ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബയോസിൻ്റെ ന്യൂ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഗ്ലൈക്കോളിസിസ് എന്ന ടോപ്പിക്കും അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് ക്വസ്റ്റ്യനും ആൻസറും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷനായ ക്രബ് സൈക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിൻ്റെ കണ്ടിന്യൂഷനാണ്. എയറോബിക് റെസ്പിറേഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. റെസ്പിറേഷനിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും. അതിൽ എയറോബിക് റെസ്പിറേഷനിലെ ആദ്യ സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്രബ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഇതിനെ സിട്രിക് സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് അതിനെ ട്രൈ കാർബോക്സിലിക് ആസിഡ് എന്നോ അല്ലെങ്കിൽ TCA സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പാത്വേ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹാൻസ് ക്രബ്സ് ആയതുകൊണ്ടാണ് ഇതിനെ ക്രബ് സൈക്കിൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്രബ് സൈക്കിളിലേക്ക് കിടക്കാം. ഇപ്പൊ ക്രബ് സൈക്കിൾ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കും മുമ്പ് ആദ്യം നമുക്ക് ക്രബ് സൈക്കിൾ ഒന്ന് പരിചയപ്പെടാം. As a result of glycolysis, 2 molecule pyruvic acid is formed from 1 molecule glucose. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു. പൈറുവിക് ആസിഡ് 3 കാർബൺ കോമ്പൗണ്ട് ആണ് അല്ലേ? അപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ പൈറുവിക് ആസിഡ് ഉണ്ടായി 3 കാർബൺ കോമ്പൗണ്ട് ആണ്, 2 മോളിക്യൂൾ ഉണ്ട്. ഈ മോളിക്യൂൾ സൾഫർ അടങ്ങിയിരിക്കുന്ന മറ്റൊരു കോഎൻസൈം, അതിനെ കോയ എന്നാണ് അറിയപ്പെടുന്നത്, കോയയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതോടൊപ്പം ഡീകാർബോക്സിലേഷന് വിധേയമാകുന്നു. എന്താണ് ഡീകാർബോക്സിലേഷൻ? റിലീസിംഗ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. പൈറുവേറ്റ് കമ്പൈൻസ് വിത്ത് സൾഫർ കണ്ടെയ്നിങ് കോഎൻസൈം A and undergo decarboxylation. As a result, acetyl CoA is formed. പൈറുവിക് ആസിഡ് കോയയുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്ത് അസറ്റിൽ കോയ എന്ന 2 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഇതിൽ 2 കാർബൺ ആയി? ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തില്ല, ഡീകാർബോക്സിലേഷൻ നടന്നുകൊണ്ടാണ് 2 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഉണ്ടായത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അസറ്റിൽ കോയിലുള്ള കാർബണിന്റെ എണ്ണം എത്ര, 2 എന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ അല്ലേ? അപ്പൊ ഇവിടെ അതിന് സഹായിച്ച ഒരു എൻസൈമിന്റെ പേരും പഠിച്ചു വെച്ചിരിക്കുക, പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഹിയർ the formation of acetyl CoA is catalyzed by an enzyme called pyruvate dehydrogenase. As a result, oxidation takes place. NAD is converted into NADH. ഇവിടെ ഓക്സിഡേഷൻ കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ NAD കൺവേർട്ട് ചെയ്ത് NADH പ്ലസ് H+ ആയിട്ട് മാറും. അപ്പൊ എനർജി കിട്ടി തുടങ്ങി. NADH എന്ന് പറയുന്നത് 3 ATPക്ക് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു മോളിക്യൂൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു NADH കാണിച്ചിരിക്കുന്നുവെങ്കിലും 2 മോളിക്യൂൾ NADH ഉണ്ടാവുന്നത് എങ്ങനെയാണ്? 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് അല്ലേ 2 മോളിക്യൂൾ അസറ്റൈൽ CoA ആയിട്ട് മാറിയിരിക്കുന്നത്. അതാണ് 2 ഇൻറ്റു എന്ന് കാണിച്ചിരിക്കുന്നത്. ഒരു മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഒരു മോളിക്യൂൾ അസറ്റൈൽ CoA ആയിട്ട് മാറുമ്പോൾ ഒരു NADH ഉണ്ടാകുന്നത് പോലെ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ അസറ്റൈൽ CoA ആയിട്ട് മാറുമ്പോൾ 2 NADH മോളിക്യൂൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എല്ലാം നമുക്ക് ഡബിൾ ആയിട്ട് കണക്കാക്കിയാൽ എളുപ്പത്തിന് ആൻസറുകൾ കിട്ടും. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഈ അസറ്റൈൽ CoA എൻസൈം മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ എത്തുമ്പോൾ അവിടെ കാണപ്പെടുന്ന 4 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് 6 കാർബണുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്ത എൻസൈമാണ് സിട്രേറ്റ് സിന്തേസ്. ആഫ്റ്റർ എൻറ്ററിംഗ് അസറ്റൈൽ CoA ഇൻ ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്, ഇറ്റ് കമ്പൈൻ വിത്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് with the help of an enzyme called citrate synthase. As a result, citric acid is formed. Here the first stable compound is citric acid. That is why this reaction or cycle is called as citric acid cycle. Here the citric acid is a tricarboxylic acid. That is why it is otherwise called as tricarboxylic acid cycle or TCA cycle. ഇവിടെ ഉണ്ടായ സിട്രിക് ആസിഡ് ഒരു ട്രൈകാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ടും അതിനെ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നോ TCA സൈക്കിൾ എന്നോ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നോ അറിയപ്പെടുന്നു. ഹാൻസ് ക്രബ്സ് കണ്ടെത്തിയത് കൊണ്ട് ഇതിനെ ക്രബ് സൈക്കിൾ എന്നോ അറിയപ്പെടുന്നു. ഇനി ഈ സിട്രിക് ആസിഡിന് എന്താണ് സംഭവിക്കുക നോക്കാം. ഈ സിട്രിക് ആസിഡ് വാട്ടർ റിലീസിന്റെ ഫലമായിട്ട് ആദ്യം ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയും പിന്നും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഐസോസിട്രിക് ആസിഡും വാട്ടറും ഫോം ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഉണ്ട്, നമുക്കത് ഹയർ ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്ക്
+1 ലെവൽ ആയതുകൊണ്ട് വളരെ കട്ട് ഷോട്ട് ചെയ്ത് കുറച്ച് റിയാക്ഷൻസ് മാത്രമേ പഠിക്കാൻ തന്നിട്ടുള്ളൂ. അതിൽ 1-2 കാര്യങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ചെറിയ ബ്ലാക്ക് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് സൈക്കിൾ പഠിക്കുമ്പോൾ സിട്രിക് ആസിഡും ആ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന മേജർ പോയിന്റ്സ് മതിയാവും. പക്ഷേ ബാക്കി ചില സബ് ക്വസ്റ്റ്യൻസിൽ ആ റിയാക്ഷൻസ് ആവശ്യമായത് കൊണ്ടാണ് നമ്മൾ അത് പഠിക്കണം എന്ന് പറയുന്നത്. ഇവിടെ സിട്രിക് ആസിഡ് വാട്ടറുമായിട്ട് റിയാക്റ്റിന് ഫലമായിട്ട് ഐസോസിട്രിക് ആസിഡും വാട്ടറും ഉണ്ടാകുന്നുണ്ട്. ദെൻ ഐസോസിട്രിക് ആസിഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന ഐസോസിട്രിക് ആസിഡ് ഈസ് അണ്ടർഗോ ഡീകാർബോക്സിലേഷൻ. ആസ് എ റിസൾട്ട് 5 carbon compound is formed called alpha ketoglutaric acid. അതായത് സിട്രിക് ആസിഡ് ഐസോസിട്രിക് ആസിഡ് മാറുന്നു. ദെൻ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസിന്റെ ഫലമായിട്ട് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് എന്ന 5 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ സമയത്ത് ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ NAD കൺവേർട്ട് ചെയ്ത് NADH+H+ കൂടെ ഉണ്ടാകുന്നുണ്ട്. ദെൻ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് again decarboxylated. As a result, 4 carbon compound succinyl CoA is formed. ഈ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് 5 കാർബൺ നിന്ന് 1 കാർബൺ പോകുമ്പോൾ 4 കാർബൺ ഉള്ള സക്സീനിയൽ കോയ എന്ന മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടാവും. അതൊന്ന് സൈഡിൽ പഠിച്ചു വെച്ചിരിക്കുക. കാരണം സക്സീനിയൽ കോയയുടെ ആവശ്യം അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ക്വസ്റ്റ്യൻ ആൻസറിൽ ആവശ്യമാണ്. അപ്പൊ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ സക്സീനിയൽ കോയ ഉണ്ടാകുന്നു. ഈ സക്സീനിയൽ കോയ ഉണ്ടാകുന്ന സമയത്തും NAD കൺവേർട്ട് ചെയ്ത് NADH ആയിട്ട് മാറുന്നതായി ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ NADH ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ഈ സക്സീനിയൽ കോയ റിലീസ് ചെയ്യുന്ന ഫലമായിട്ട് സക്സീനിക് ആസിഡ് ഉണ്ടാവും. സക്സീനിക് ആസിഡ് ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സക്സീനിയൽ കോയെ സക്സീനിക് ആസിഡ് ആകുമ്പോൾ, അതായത് സക്സീനിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. എന്താണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ? ഡയറക്റ്റ് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATP മോളിക്യൂളോ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റു മോളിക്യൂളോ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഡയറക്റ്റ് ATP ആഡ് ചെയ്യുന്ന പ്രോസസ്. അപ്പൊ ഇവിടെ നോക്കുക, സക്സീനിയൽ കോയ റിലീസ് ചെയ്ത് സക്സീനിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ GDP എന്ന മറ്റൊരു കോമ്പൗണ്ട്, ഗുവാനോസിൻ ഡൈഫോസ്ഫേറ്റ്, ഇറ്റ് ഈസ് ഈക്വൽ ടു അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ADP, അതിന് ഈക്വൽ ആയിട്ടുള്ള ഗുവാനോസിൻ ഡൈഫോസ്ഫേറ്റ് കൺവേർട്ട് ചെയ്ത്, അതായത് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ATP ഓർ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇവിടെ GDPയിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് GTP ആയിട്ട് മാറുന്നു. GTP is similar to ATP. അപ്പൊ ഈ GTPയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് സക്സീനിയൽ കോയായി, ദെൻ സക്സീനിയൽ കോയെ കൺവേർട്ട് ചെയ്ത് സക്സീനിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ GTP ഫോം ചെയ്യുന്നു. Then succinic acid is converted into another acid. Then that is converted into malic acid. Malic acid is a 4 carbon compound. സക്സീനിക് ആസിഡ് ഇടയ്ക്ക് വേറൊരു ആസിഡായിട്ട് മാറുന്നുണ്ട്. ദെൻ അതിനുശേഷം അതൊരു മാലിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. ഈ സമയത്ത് FAD എന്ന അടുത്ത കോമ്പൗണ്ട് കൺവേർട്ട് ചെയ്ത് ഓക്സിഡേഷൻ നടന്നിട്ട് FADH2 ആയിട്ട് മാറുന്നുണ്ട്. അതായത് FADH2 എന്ന് പറയുന്നത് 2 ATP ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു മോളിക്യൂളാണ്. NADH 3 ATP ഈക്വൽ ആണെങ്കിൽ FADH2 എന്ന് പറയുന്നത് 2 ATP മോളിക്യൂളിന് ഈക്വൽ ആയിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ FADH2 ഉണ്ടാകുന്നത് സക്സീനിക് ആസിഡ് മാലിക് ആസിഡ് മാറുമ്പോഴാണ് FADH2 ഉണ്ടാകുന്നത്. ദെൻ മാലിക് ആസിഡ് അഗൈൻ ഓക്സിഡേഷൻ നടന്ന് ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് മാറും. ആ സമയത്തും NAD കൺവേർട്ട് ചെയ്ത് NADH ആയിട്ട് മാറും. അതായത് മാലിക് ആസിഡ് വീണ്ടും ഓക്സിഡേഷൻ നടന്ന് ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് റീജനറേറ്റ് ചെയ്യുമ്പോൾ NAD കൺവേർട്ട് ചെയ്ത് NADH ആയിട്ട് മാറും. ഇതാണ് ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിളിൽ ഇത് ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഓരോ തവണ ഉണ്ടാകുന്ന അസറ്റിൽ കോയെ ഇതുപോലുള്ള ഓക്സാലോ അസറ്റിക് ആയിട്ട് കമ്പൈൻ ചെയ്ത് സിട്രിക് ആസിഡ്, ദെൻ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്, സക്സീനിക് ആസിഡ്, മാലിക് ആസിഡ് മാറും. ഇടയ്ക്ക് ഐസോസിട്രിക് ആസിഡിന്റെയും സക്സീനിൽ കോയയുടെ പേരൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ. ഇനി ഇതെവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു, മൈറ്റോകോൺഡ്രിയ മാട്രിക്സിൽ വെച്ചാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഈ ഒരു സൈക്കിൾ തന്നിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ പാത്വേ. ഈ പാത്വേയുടെ പേര് നമുക്കറിയാം, സിട്രിക് ആസിഡ് സൈക്കിൾ. നെക്സ്റ്റ് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഡിസ്കവേർഡ് ഓർ ട്രേസ്ഡ് ദിസ് പാത്വേ. ആരാണ് ഈ പാത്വേ ആദ്യമായിട്ട് ട്രേസ് ചെയ്തത്? ഹാൻസ് ക്രെബ്. അത് നമുക്ക് അറിയാം.
12ലും 13ലും ഈ റിപ്പീറ്റ് ആയിട്ട് പല വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഈ സിട്രിക് ആസിഡ് കണ്ടുപിടിച്ചത്. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് 2022 ആണെങ്കിലും ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഡിസ്കവേർഡ് ഓർ ട്രേസ്ഡ് ദിസ് പാത്വേ, അല്ലെങ്കിൽ നെയിം ദ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളുടെ പേര് ഹാൻസ് ക്രബ്സ്. വേർ ഡസ് ദിസ് പാത്വേ ഒക്കർ ഇൻ സെൽ, സെല്ലിൽ എവിടെ വെച്ച് നടക്കുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് സൈറ്റ് ഓഫ് ക്രബ്സ് സൈക്കിളും ചോദിക്കാറുണ്ട്. അത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. മൈറ്റോകോൺഡ്രിയക്കകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിലാണ് ശരിക്കും ഇതിന്റെ റിയാക്ഷൻ നടക്കുന്നത്. ഒരു കാര്യം കൂടെ ഇതിലൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ഒരു ഡീകാർബോക്സിലേഷനും ഓക്സിഡേഷനും ഒക്കെ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലായിരിക്കുമ്പോൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന അയോണുകളും ഇലക്ട്രോണുകളും മൂവ് ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലൂടെ ആയിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഓർക്കുക, റിയാക്ഷൻസ് എല്ലാം മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് നടക്കുമ്പോൾ ഇതേ സമയം തന്നെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ അയോണുകളും ഇലക്ട്രോണുകളും മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലൂടെ ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് കാർബൺ ഇൻ അസറ്റൽ കോയെ വിച്ച് ടേക്ക് പാർട്ട് ഇൻ ക്രബ്സ് സൈക്കിൾ. 2020 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രബ്സ് സൈക്കിൾ പങ്കെടുക്കുന്ന അസറ്റൽ കോയിലുള്ള കാർബണിന്റെ എണ്ണം. ആ ചിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം എത്രയാ, 2 കാർബൺ ആണ്. ഡീകാർബോസിൽ നടക്കുന്നുണ്ടെങ്കിൽ 2 കാർബൺ അസറ്റൽ കോയയുടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ആൻസർ നമുക്കറിയാം 2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്റ്റെപ്സ് വെയർ FADH2 ആൻഡ് GTP ആർ സിന്തസൈസ്ഡ്. സാധാരണ സൈക്കിളിൽ നിന്ന് ലേബൽ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് പരീക്ഷ ടഫായിട്ടെന്നൊക്കെ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ ചോദിക്കുന്നതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് സ്റ്റെപ്പിലാണ് FADH2 GTP ഉണ്ടാവുന്നത്? ചിത്രം നോക്കി തന്നെ നമുക്ക് ആൻസർ അറിയാൻ പറ്റും. ആദ്യം GTPയുടെ കേസ് നോക്കാം. നമ്മൾ പറഞ്ഞു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സീനിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴാണ് ഈ GTPയുടെ കൺവേർഷൻ നടക്കുന്നത്. ശരിക്കും ആൻസർ എന്ന് പറയുന്നത് സക്സീനിയൽ കോയെ സക്സീനിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആൻസർ അങ്ങനെ തന്നെ പഠിക്കുക. ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് സക്സീനിയൽ കോയെ ടു സക്സീനിക് ആസിഡ് GTP is formed. ശരിക്കും സക്സീനിയൽ കോയയാണ് സക്സീനിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ GTP ഫോം ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കേസിൽ സക്സീനിയൽ കോയ നിങ്ങൾക്ക് മറന്നുപോയെങ്കിൽ തൊട്ട് മുന്നുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എഴുതിയാലും ശരിയായിരിക്കും. എങ്ങനെയാ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് കൺവേർട്ട് ചെയ്ത് സക്സീനിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ എഴുതിയാലും ആൻസർ മാർക്ക് കിട്ടും. ചില ആൻസർ കീയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒറിജിനൽ ആൻസർ എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് സക്സീനിയൽ കോയ ടു സക്സീനിക് ആസിഡ്, ആ സമയത്ത് GTP ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ടു സക്സീനിക് ആസിഡ് എന്ന് പഠിക്കുക. അപ്പോൾ GTP ഫോർമേഷൻ പറഞ്ഞു. ഇനി എവിടെയാണ് FADH2 ഉണ്ടാകുന്നത്? സക്സീനിക് ആസിഡ് മാലിക് ആയിട്ട് മാറുമ്പോൾ അല്ലേ? ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് സക്സീനിക് ആസിഡ് ടു മാലിക് ആസിഡ് FADH2 ഈസ് ഫോംഡ്. സക്സീനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴാണ് FADH2 ഉണ്ടാകുന്നത്. റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്പ് ബൈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നോക്കുക. ഏത് സ്റ്റെപ്പിലാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ? ഡയറക്റ്റ് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATPയോ അല്ലെങ്കിൽ GTP മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രോസസ് തന്നെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. 2019 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് സക്സീനിയൽ കോയ ടു സക്സീനിക് ആസിഡ്, അല്ലെങ്കിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ടു സക്സീനിക് ആസിഡ്. ഇത് രണ്ടിലും ഏതെങ്കിലും എഴുതിയാൽ മതി. മെയിൻ ആയിട്ട് നമ്മൾ സക്സീനിയൽ കോയ ടു സക്സീനിക് ആസിഡ് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. സക്സീനിയൽ കോയെ സക്സീനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറേഷൻ നടക്കുകയും GDPയിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് GTP ഫോം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്താണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറേഷൻ? അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. ഓർത്ത് വെച്ചിരിക്കുക. Next question, identify the step of this pathway in which decarboxylation takes place. ഏത് സ്റ്റെപ്പിലാണ് ഡീകാർബോക്സിലേഷൻ ടേക്സ് പ്ലേസ് നടക്കുന്നത്? എന്താണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്? റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റെപ്പിലാണ്? നമുക്ക് ആ ചിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം. 3 സ്ഥലങ്ങളിലായിട്ട് 3 സ്റ്റെപ്പില് ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. 3 പ്രോസസ്സ് നടക്കുമ്പോൾ ഏതൊക്കെയാണ് നോക്കാം. 1, പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയായിട്ട് മാറുമ്പോൾ, പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയായിട്ട് മാറുമ്പോൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ ആൻസർ, പൈറുവേറ്റ് ടു അസറ്റൈൽ കോയ. രണ്ടാമത്തെ ആൻസർ നോക്കാം. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിട്രിക് ആസിഡിന്റെ കൺവേർഷൻ നടന്നിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സീനിക് ആസിഡ് മാറുമ്പോഴും കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്.
ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സീനിക് ആസിഡ് മാറുമ്പോഴും കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 സ്റ്റെപ്പിലാണ് കാർബൺ ഡയോക്സൈഡ് റിലീസിങ് നടക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊന്ന് വലിയ പാടായിട്ടൊക്കെ തോന്നും, പക്ഷെ ഡയറക്റ്റ് ചോദിക്കുന്നത്. ഇത് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. പൈറുവേറ്റ് അസറ്റിൽ കോയായിട്ട് മാറുമ്പോഴും സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡായിട്ട് മാറുമ്പോഴും ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡ് സക്സീനിക് ആസിഡായിട്ട് മാറുമ്പോഴും ഡീകാർബോസിലേഷൻ നടക്കുന്നുണ്ട്. 3 സ്റ്റെപ്പിൽ നടക്കുന്നുണ്ട്. How many NADH and FADH2 are yielded during the complete oxidation of pyruvate by this pathway? ഈ പാത്വേ നടക്കുമ്പോൾ എത്ര മോളിക്യൂളാണ് NADH-ഉം FADH2 ഉണ്ടാകുന്നത്? അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഗ്ലൂക്കോസ് തന്നെയെന്ന് പറയാം, അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ എത്ര മോളിക്യൂൾ NADH-ഉം FADH2 ഉണ്ടാകുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു മോളിക്യൂൾ ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഒറ്റ മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അറിയാം ചിത്രത്തിൽ 4 NADH ഉണ്ടാകുന്നത് അല്ലേ. പൈറുവേറ്റ് അസറ്റിൽ കോയായിട്ട് മാറുമ്പോൾ, ദെൻ ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡ് മാറുമ്പോൾ, സക്സീനിക് ആസിഡ് ഉണ്ടാകുമ്പോൾ, ദെൻ മാലിക് ആസിഡ് കൺവേർട്ട് ചെയ്യുമ്പോഴും NADH ഉണ്ടാകുന്നത്. ആ ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 4 സ്ഥലങ്ങളിൽ NADH ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഒരു മോളിക്യൂൾ ആണെങ്കിൽ 4 NADH ഉണ്ടാകുന്നു. അതുപോലെ ഒരു FADH2 ഉണ്ടാകുന്നുണ്ട്, ഒരു GTP ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവിടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ അർത്ഥം 2 മോളിക്യൂളും എൻ്റർ ചെയ്യുമ്പോൾ എത്ര NADH ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ് ഇരട്ടി എടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ആൻസർ എത്രയായിരിക്കും വരുന്നത്? 2 മോളിക്യൂളാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 8 NADH-ഉം 2 മോളിക്യൂൾ FADH-ഉം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ നമ്മൾ GTP കൂടെ പഠിച്ചു വെച്ചിരിക്കുക, 2 മോളിക്യൂൾ GTP ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ വരരുത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്ന പൈറുവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്ന റെസ്പിറേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര മോളിക്യൂൾ NADH-ഉം FADH-ഉം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതിന് ഡബിൾ എടുക്കുക. 4 NADH എന്നുള്ളത് അപ്പൊ എത്രയാവും? 2 മോളിക്യൂൾ ആകുമ്പോൾ 8 NADH-ഉം അതുപോലെ 2 മോളിക്യൂൾ FADH2 ഉണ്ടാകുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ചില ഭാഗങ്ങൾ ബ്ലാങ്ക് ചെയ്തിരിക്കും. ഇപ്പൊ A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിട്രിക് ആസിഡ്, B സക്സീനിക് ആസിഡ്, C മാലിക് ആസിഡ്, D ഓക്സലോഅസറ്റിക് ആസിഡ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിപ്പോ Aയും Bയും Cയും D ഇതിൽ ചോദിച്ചിരിക്കുന്ന ആയിരിക്കണമെന്നില്ല. ചില ക്വസ്റ്റ്യൻസിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിരിക്കാം ലേബൽ ചെയ്യാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അസറ്റിൽ കോയെ ലേബൽ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് 2024 ചോദിച്ച കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വേർ ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സെൽ. കണ്ടോ? അതിന്റെ ആൻസർ നമുക്കറിയാം, മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. പിന്നെ ABCD എന്ന് ലേബൽ ചെയ്യുക. ഇപ്പൊ സിട്രിക് ആസിഡ് സൈക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഏത് ലേബലിലും ചോദിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾ അത് ട്രേസ് ചെയ്യാൻ മൊത്തം വരയ്ക്കാൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ആ ഇക്വേഷൻ, ഒബ്സർവ് ദ ഇക്വേഷൻ ഷോയിങ് ഓക്സിഡേറ്റീവ് ഡീകാർബോസിലേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. ഓക്സിഡേറ്റീവ് ഡീകാർബോസിലേഷൻ നടക്കുമ്പോൾ പൈറുവിക് ആസിഡ് നടക്കുന്ന ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. പൈറുവിക് ആസിഡ് കോയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അത് NAD-യുമായിട്ട് ചേർന്ന് മഗ്നീഷ്യം കാറ്റയോണിന്റെ സഹായത്താൽ അസറ്റിൽ കോയായിട്ടും കാർബൺ ഡയോക്സൈഡും NADH ആയിട്ട് മാറുന്നു. അവിടെ എന്നിട്ടിരിക്കുന്നത് ഏത് എൻസൈം ആണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ എൻസൈം ലേബിൾഡ് ആസ് A. അതായത് പൈറുവിക് ആസിഡ് അസറ്റിൽ കോയായിട്ട് മാറാൻ സഹായിക്കുന്ന എൻസൈം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു ആൻസർ? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈം ആണ് A ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ Aയുടെ ആൻസർ എന്താണ്? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വേർ ഡസ് ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അതിന്റെ ആൻസർ നമുക്കറിയാം, മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. അപ്പോൾ ഇതേപോലുള്ള ചിത്രങ്ങളിലൂടെ ലേബൽ ചെയ്യാനും മറ്റും ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. ഏകദേശം 10 വർഷമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സിട്രിക് ആസിഡിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചിത്രം തന്നിട്ട് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയോ, അല്ലെങ്കിൽ ഇതുപോലെ ലേബൽ ചെയ്യാൻ ഫില്ല് ചെയ്യാനായിട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സിട്രിക് ആസിഡ് നന്നായിട്ട് വരച്ച് തന്നെ എല്ലാവരും പഠിക്കുക. പഠിച്ചതിന് ശേഷം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും സിട്രിക് ആസിഡ് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം ക്രിപ്സ് സൈക്കിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി ഇതിന്റെ ബാലൻസ് ആയ ETS-മായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.